തുറന്നാ പൈസ പൈസ പൈസ. അതെന്ത് പൈസ ഇല്ലാത്തോണ്ട് നീ നാട്ടിൽ ജീവിക്കണം? നിനക്കിപ്പോഴും പൈസയുടെ വില കറക്റ്റ് മനസ്സിലായില്ലേ? അതാണ് നീ സംസാരിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത്തവണ ബിഗ് ബില്യൺ ഡേ വന്നപ്പോൾ iPhone 60 52,000 രൂപയ്ക്കാണ് അതിലുണ്ടായിരുന്നത്. ഈ 52 രൂപ റെഡിക്ക് കൊടുത്തെടുക്കാനുള്ളവൻ അതിൽ നിന്ന് ഓർഡർ ചെയ്യും. ഇപ്പൊ കൈ പൈസ ഇല്ലാതെ ഒരു പാവപ്പെട്ടൻ iPhone എടുക്കണമെങ്കിൽ അവൻ കടയിൽ പോയി EMI ഇട്ട് ഇരട്ടി വിലയ്ക്ക് ഫോൺ എടുക്കും. എന്നിട്ട് മാസം കിട്ടുന്ന പൈസ മൊത്തം അവ EMI അടച്ചു മൂടി. പൈസ ഇല്ലാത്ത ഐഫോൺ എടുക്കാൻ പോണ എന്തിന്? അതെന്തു? പൈസ ഇല്ലാത്തവനൊരു യൂട്യൂബർ ആയിക്കൂടെ? പൈസ ഇല്ലാത്തവനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണ്ടേ? ശരി, അതുപോലെ നമ്മളിപ്പോൾ ബാങ്കിലൊരു അക്കൗണ്ട് എടുക്കാൻ പോയാൽ അവർ പറയും മിനിമം ബാലൻസ് 3000 രൂപ വേണം, ഇല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കും. ഈ 3000 രൂപ അക്കൗണ്ട് ഇടാനില്ലാത്ത പാവങ്ങളെ നോക്കിയിട്ട് എന്തിന് പൈസ പിടിക്കും? ലക്ഷങ്ങളും കോടികളും അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളവരെന്ന് പിടിച്ചൂടെ? അത് ചെയ്യില്ല, പാവങ്ങളെ വിളിച്ചോളൂ. ഇവിടെ പൈസ ഉള്ളവന് ഓഫറും ഡിസ്കൗണ്ടും എല്ലാം ഉണ്ട്. അത് ഏത് മേഖല എടുത്താലും അങ്ങനെ. ഇതിൽ നിന്നൊക്കെ കര കയറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പൈസ ഉണ്ടാകണം.